ഹലോ ഗൈസ്, ഇത് വീണ്ടും ഞാൻ തന്നെയാണ്. ഇപ്പം ഞാൻ വ്ളോഗുമായിട്ട് വന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ചേച്ചി തിരിച്ച് ജർമ്മനിക്ക് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടാണ് പോയത്, നീ വ്ളോഗിൻ്റെ കാര്യമൊക്കെ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം അവൾക്ക് ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് ക്ലാസ്സിന് പോകേണ്ടതുകൊണ്ടും എപ്പോഴും അവൾക്ക് വ്ളോഗ് എടുക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പം നിൻ്റെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ നീ എടുത്തിട്ടോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഒരു ജോലിയും കൂലിയില്ലായിരിക്കുന്നുണ്ട്. ഓക്കെ വിത്ത് ഇറ്റ്. സോ മമ്മിയും പപ്പ പോയിക്കോണല്ലോ. മമ്മിയും പറഞ്ഞു വീട്ടിൽ കക്കറഞ്ഞ് മേടിച്ചു വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാനും ആലോചിച്ചോണ്ടേ ഞാൻ വിചാരിച്ച് അത് നല്ലൊരു ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ അത് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ കക്കറച്ചോ ഞാനും ഉണ്ടാക്കുന്നത്. അപ്പം ഉണ്ടാക്കാൻ നേരത്ത് സാധനം വേവിക്കാൻ വെച്ചു. പക്ഷേ ഇനി അതിനകത്ത് പരിപാടിയാണ്. പക്ഷേ അതിനകത്ത് പച്ചമുളകില്ല. അപ്പോൾ നമുക്ക് പച്ചമുളക് മേടിച്ചുകൊണ്ട് വരാം. അതിന് മുമ്പായിട്ട് കക്കറച്ചി നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് മമ്മി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. മമ്മി കക്കറച്ചി ബാക്കി പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പരിപാടി. ഞാനും ഉണ്ടാക്കുന്നത്, പക്ഷെ ഒന്ന് വേവിക്കുന്ന മമ്മിയാണ്. നമുക്ക് ക്ലീൻ ആക്കി നമുക്കത്ര വശമില്ല. അപ്പോൾ കയറി വന്നപ്പോൾ മമ്മി അത്ര ഒരുങ്ങിയിട്ടില്ല. അതുകൊണ്ട് മമ്മിക്ക് വീഡിയോയ്ക്കകത്ത് വരാൻ താല്പര്യമില്ല. എന്തോ ചെയ്യാൻ, ബ്യൂട്ടി കോൺഷ്യസ്. അപ്പോൾ കക്കറച്ചി ഇവിടെ ഉപ്പും മഞ്ഞപ്പൊടിയല്ലേ, ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സാധനം പിന്നെ വെള്ളത്തിനകത്ത് പച്ചക്കിട്ട് വേവിക്കും. വെള്ളത്തിനകത്തിട്ടല്ലേ വേവത്തുള്ളൂ. അപ്പോൾ നമ്മളിത് വേവിക്കാൻ വെച്ച് ഇപ്പം 2-3 തിള വരുന്നുണ്ട്. ഗൈസ് കണ്ടോ ഗൈസ്, കക്കറച്ചി തിളയ്ക്കുന്നത് തിളയ്ക്കുന്നത്. അപ്പോൾ തിളയ്ക്കുന്നുണ്ട്. അതവിടെ കണ്ട് തിളക്കട്ടെ. ഇനി അത് കോരി മാറ്റണം. അത് മമ്മി ഇരുന്നോളും. പക്ഷേ ഇതിനും ബാക്കി പരിപാടി ചെയ്യണതിനും പച്ചമുളകില്ല. അപ്പോൾ നമുക്ക് പച്ചമുളക് പോയി ഷോപ്പ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ആ പച്ചമുളക് മേടിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. വീടിൻ്റെ സ്റ്റെപ്പുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് 1 കിലോ പച്ചമുളക് മേടിച്ചു. 1 കിലോ പച്ചമുളക് ഇപ്പം മാർക്കറ്റിലെ റേറ്റ് 30 രൂപ. പച്ചമുളക് മേടിച്ചു. ഇനി നമ്മൾ കക്കറച്ചി ഉണ്ടാക്കാനുള്ള ഒരു ഇതിലാണ്. ഞാൻ പോയി ഉണ്ടാക്കാൻ നേരത്തെ വരാം. അഞ്ചുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എനിക്കെല്ലാം ഉണ്ടാക്കാറില്ല, മമ്മി പറഞ്ഞു. ആദ്യം ചീഞ്ചട്ടി എടുത്തെടുത്ത് ഇരുമ്പോ മറ്റേത് ഏതെങ്കിലും എന്തോ ചീഞ്ചട്ടി ഐശ്വര്യമായിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ചിരിക്കുകയാണ് ഗൈസ്. ഇൻഡാലിയത്തിന്റെ ചീഞ്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെടുത്ത് നല്ലതായിട്ട് ഡ്രൈ ആക്കത്. തുണി എടുത്ത് ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ ചെയ്യണം. കാരണം അല്ലേ വെള്ളം പറ്റി നമ്മുടെ ഗ്യാസ് അങ്ങ് പോകും. വെള്ളം പറ്റിക്കാനായിട്ട് മാറ്റിക്കോളാം. പറ ഇനി വെളിച്ചെണ്ണ ഒഴിക്കുക. മമ്മി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോയിക്കോ, ഞാൻ ഉണ്ടായിക്കോളാം, കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ച് ശുദ്ധമായ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ. ആരാട്ടിയ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എല്ലാം എന്റെ കൈ കണക്ക് കേട്ടോ. കടുക് നമ്മൾ കടുക് എന്തോ എടുത്ത കടുക് താഴെ വീണ എന്തുകൊണ്ടാകും? കലഹവും അത് വെറുക്കാൻ പറയുമ്പോ കലഹവും ഉണ്ടാവും. കടുക് എടുത്തിട്ട് കടുക് ഇട്ട് ഇനി പൊട്ടാൻ സമയം എടുക്കും. പൊട്ടുന്ന എണ്ണ ചൂടായില്ല. കറിവേപ്പില ഇത്ര നാള് പിന്നെ എന്തിനാ ഇത്ര നാള് ജോലി ചെയ്തേ? മര്യാദക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഉണ്ടായിക്കോളാം. മമ്മി വേണ്ട, ഞാൻ എടുത്തോളാം, ഉണ്ടായിക്കോളാം. കറിവേപ്പില എടുക്കണ്ട. അത് നല്ല നാച്ചുറലായിട്ട് ഫ്രഷ് ആയിട്ടുള്ള നമുക്ക് കാണില്ല. എനിവേ കടുക് പൊട്ടിട്ട് അത് കുഴപ്പമില്ല. എനിക്ക് സ്വസ്ഥ തരുന്നില്ല ഗൈസ്. അപ്പം ഞാൻ തന്നെ വന്ന് കറിവേപ്പില പറിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഫ്രഷ് കറിവേപ്പിലയുണ്ട്. കാണിച്ചാൽ കറിവേപ്പിലയുടെ മരമാണ് ഗൈസ്. കണ്ടോ ഗൈസ്, കറിവേപ്പിലയുടെ മരം. പിന്നെ ഇതിനകത്ത് കിട്ടുന്നില്ല ഗൈസ്. പിന്നെ ചെയ്യും. കിട്ടി ഇനി വാടക്കുട്ട കറിവേപ്പില ഫോക്കസ്. കറിവേപ്പില ഇനി നമുക്ക് കറിക്കകത്ത് പോയി ഫ്രൈക്കകത്ത് പോയി കറിവേപ്പില. അപ്പോൾ ഇനി കടുക് പൊട്ടിക്കണം. ആ സമയത്ത് പെട്ടെന്ന് ചെല്ലട്ടല്ലേ, മമ്മി അതിനകത്ത് പണി. കടുക് പൊട്ടിയിട്ടുണ്ട്. മറ്റേ ചട്ടുക എടുത്തിട്ടുണ്ട് ഗൈസ്. ആദ്യം തേങ്ങ ഇടണം, എന്നിട്ടാണ് ഉള്ളി എടുത്ത്. തേങ്ങ പൊട്ടിയില്ല. നീ തേങ്ങ ഒന്ന് മൂക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം. തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും ഉള്ളിയും ഇപ്പോഴേ ഇടാം കേട്ടോ, കുഴപ്പമില്ല.
കഴുകിയ ശുദ്ധമായ കേട്ടോ, നമ്മൾ പറിച്ചുകൊണ്ട് വന്ന് ഉടനെ ഇടുവല്ല, കഴുകി വൃത്തിയാക്കിയ സാധനം. അമ്മ ഇതിനകത്ത് കൈ കടത്തരുതെന്ന് ഞാൻ പറഞ്ഞു കേട്ടല്ലോ. ഇതെൻ്റെ സാമ്പാദ്യം മതി കണ്ടോ. കഴുകിയ കറിവേപ്പില ആയതുകൊണ്ട് വെള്ളം വീഴുമ്പോൾ പൊട്ടുന്നുണ്ട് എണ്ണയ്ക്കകത്ത്. കില ഇനി എന്ത് വിടണ്ട പറയൂ. അത് ചുമക്കാറായോ? മിക്കതും ചുമന്നു. ഗൈസ് കണ്ടോ ഗൈസ്, എനിക്ക് കാണിച്ചു തരാം നിങ്ങളെ. കണ്ടോ ചുമന്നില്ലേ, തേങ്ങ പച്ചയല്ലോ ചുമന്നില്ലേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉള്ളി പാത്രം ഒന്നും കണ്ട് ജഡ്ജ് ചെയ്യേണ്ട കേട്ടോ, നമ്മള് വീട്ടിൽ. അപ്പൊ ഇത് സവോള ഇടുക. എല്ലാം നോമിന്റെ കൈപ്പുണ്യം വന്നില്ലേ. ഇവിടെ നമുക്ക് സ്പൂണിന് ആവശ്യം. നമ്മളിപ്പോ സവോളയും കൊച്ചുള്ളിയാണ് എല്ലാ കറിക്കും ഒരു പ്രത്യേക രുചി തരുന്നത്. നമ്മളിങ്ങനെ ഓരോന്ന് പാർട്ടായിട്ട് ഇടുമെങ്കിലും ഇതിന് ശേഷം ഇഞ്ചി ഇടുക. അതെ, ഇഞ്ചിയുടെ കാണാൻ മൂട്ടേ അടിച്ചു പിടിക്കും. നമ്മളിപ്പോൾ തീ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഉള്ളി ഒന്ന് വഴണ്ട് വരാനായിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പിടണം, പക്ഷെ ഇപ്പം ഇടണ്ട. അറിയാം, പറയാനറിയാം, നല്ല മണമെന്നറിയാം. അങ്ങനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ പൊടിയുപ്പിന് പകരം ഉപ്പ് നീരാണ് ഗൈസ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് നീര് ഒഴിച്ചതിന് ശേഷം നമ്മളിന്ന് വഴലാൻ വേണ്ടി ഉപയോഗിക്കുക. പിന്നെ എല്ലാ വീട്ടിലും കാണും ഒരു കൈക്കല. പിന്നെ എല്ലായിടത്തും കാണും. നമ്മുടെ പാത്രം ചൂടാണെങ്കിൽ അത് തിരിക്കാൻ ഒരു കൈക്കല, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെ ഇങ്ങനെ പാത്രം ഇങ്ങനെ നിറയും കിടക്കേണ്ടിരിക്കും. ഒരു നാണമില്ലാത്ത പാത്രമാണ്. നമ്മളിങ്ങനെ ഉള്ളി വഴറ്റി ഒരു പരിവാക്കണം, വഴറ്റെടുക്കണം. അപ്പം നമ്മൾ വഴറ്റി ഒരു മീഡിയം പരുവത്തിന് നമ്മുടെ ഉള്ളി കറിവേപ്പില ഇതൊക്കെ വഴണ്ടിട്ടുണ്ട്. കാണിച്ചു തരാം കണ്ടോ, ഒരു മീഡിയം പരുവത്തിന് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിടുക. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് കുനുകുനാന്ന് അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതോടിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിൻ്റെ ഒരു പച്ച മണമുണ്ട്, ഇഞ്ചിയുടെ അക്രാണം പോകുന്ന വരെ ഒന്ന് വഴറ്റുക. ഇനി ഇതൊന്ന് വഴറ്റിയിട്ട് ഞാൻ വരാം. നമ്മുടെ ഇതിനകത്ത് എണ്ണ കുറവായതുകൊണ്ട് മമ്മി വീഡിയോക്കകത്ത് വന്നിട്ടുണ്ട്. എണ്ണ കുറവാണ്ട് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റാൻ വേണ്ടി വഴറ്റാൻ വേണ്ടി നമ്മൾ വഴറ്റി വേണ്ട ഒരു വഴറ്റിയിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് മസാലപ്പൊടികൾ വെക്കണം അല്ലേ. ഇപ്പം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് കുഴിയൊന്നും വേണ്ട, ഞാൻ കുഴിക്കും. അത് ഞാൻ കേട്ടോ. ഇനി നമ്മളിതിനകത്ത് മസാലപ്പൊടി ഇടുക. മസാലപ്പൊടിയുടെ പ്രത്യേക പാത്രമാണ് ഇവിടെ. ഇനി എന്തൊക്കെയാണ്? മഞ്ഞപ്പൊടി എല്ലാം എൻ്റെ കണക്ക് കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ടല്ലേ വേവിച്ചത്. എന്നിട്ട് രണ്ട് സ്പൂൺ വീഴുന്നുണ്ട്. 2 സ്പൂൺ മുളക് പൊടി. ഇച്ചിരി ഇടണം. 1 കിലോ ഉണ്ട്, അപ്പം നമുക്ക് ഇച്ചിരി ഇടാം. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മല്ലിപ്പൊടി എന്തോരോ ശകലം മല്ലിപ്പൊടി ഇട്ടോ ഇച്ചിരി ഇടുവല്ലേ. ആ മുളക് പൊടിയും കൂടി ഇച്ചിരി ഇട്ട്. അത്ര ഇട്ടില്ലെങ്കിലും ഉണ്ടല്ലോ വീണ്ടും ഇട്ടിരിക്കുന്നത്. എനിക്ക് കുരുമുളകാ വേണ്ടേ. കുരുമുളക് പിന്നെ ഇടാം. പോരെ എക്സോസ്റ്റ് ഇട്ട് എനിക്ക് ഞാൻ തുമ്മും. എനിക്ക് പൊടി ഭയങ്കര അലർജി ഉണ്ട്. എക്സോസ്റ്റ് അല്ല. എന്നിട്ട് ഈ മസാലപ്പൊടി കൊണ്ടല്ല, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പച്ചമണം മാറിട്ട് പച്ചമണം മാറിയിട്ട് എനിക്കെല്ലാം എടുത്തേട്ടാ. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇതൊന്നിങ്ങനെ ഇളക്കി മുളക് പൊടിയൊക്കെ മൂക്കണം. മുളക് പൊടി മൂപ്പിക്കണം. പച്ചമണം മാറി വരുന്നുണ്ട്. പച്ചമണം
മാറിയപ്പോ നമുക്ക് കക്കയിറച്ചി നമ്മൾ വേവിച്ച് അത് എളുപ്പം ഇട്. അത് കുഴപ്പമില്ല. വേവിച്ച് നമ്മൾ ഡ്രെയിൻ ചെയ്ത് മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ച സാധനം ഇതിനി നമുക്ക് പെതുക്കി ഇതിനകത്തോട്ടിടാം. ഡ്രെയിൻ ചെയ്ത് വെച്ചാൽ ഡ്രെയിൻ നമ്മൾ പ്രത്യേകം പറയാം, ഡ്രെയിൻ ചെയ്താണ് പറയാം. നമ്മൾ കാര്യമാക്കിയിരിക്കുന്ന കേസ്. ഇനി ഇതങ്ങോട്ട് പരത്തി ഇട്ടിട്ട് കേട്ടോ ഇട്ടേ പരത്തി അങ്ങോട്ട് ഗരം മസാല ഇങ്ങനെ വെതറി ഇടുക. മുളക് കരിയുക താഴെ കിടന്ന്. മുളകൊന്നും കരിയത്തില്ല. നമ്മള് ഇനി നമ്മളിനി അടിയിൽ നിന്ന് കോരി ഇളക്കുക. ഇളക്കി നമ്മൾ നന്നായിട്ട് ഇതുമായിട്ട് യോജിപ്പിക്കുക. അങ്ങനെ ഗരം മസാല എല്ലാം നന്നായിട്ട് ഇതിനകത്ത് പിടിക്കണം. മസാല തീ കുറച്ച് വെക്കും. നമ്മളിപ്പം ഹൈ ഫ്ലെയിമിൽ. മമ്മിക്ക് എന്നെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഭ്രാന്തി പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ മമ്മിക്ക് അങ്ങനെ ഉണ്ടാക്കി എന്തിനാ എൻ്റെ തന്നത്? ചുമ്മാ വരുന്നത്. നമ്മൾ വീണ്ടും ഇച്ചിരി ഗരം മസാല ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. കാരണം ഡ്രൈ ആവും. കുരുമുളക് മോസ്റ്റ് സ്പെഷ്യൽ പാർട്ട്. എനിക്ക് കുരുമുളകിൻ്റെ ഫ്ലേവറാണ്. ഇതിനകത്തില്ലല്ലോ. വെള്ളമെല്ലാം അങ്ങ് തട്ടിയിട്ടുണ്ട് കേട്ടോ. ശകലമുള്ള അതങ്ങ് തട്ടി. ബ്യൂട്ടി കോൺഷ്യസ് പൊടിയൊക്കെ അഴിച്ചിട്ട് മമ്മി ഇവിടെ പയർ മെഴുക്കുവരട്ടി ബീൻസ് പയറാണോ ബീൻസാണോ? ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കക്കയിറച്ചി. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കക്കയിറച്ചി കേട്ടോ. ഇതിൻ്റെ കയ്യും പൊള്ളി. എന്തൊക്കെ കഷ്ടപ്പെടണം. അമ്മമാരെയൊക്കെ നമിക്കണം. മമ്മിയെ നമിച്ചിട്ടുണ്ട് കേട്ടോ. കൈ പൊള്ളി. ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യാതെ. തീ കുറച്ച് വെക്ക. തീ കുറവാ. ആര് പറഞ്ഞു? ഇതെല്ലാം പിടിച്ച് റെഡിയായിട്ടില്ല. എന്നാലും ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് കാണിക്കും. ഇതാണ് കക്കയിറച്ചി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. വീണ്ടും മുളക് പൊടി ഇടുക. മമ്മിക്ക് അങ്ങ് ഉണ്ടാക്കിയാൽ പോരായിരുന്നു. ഇതിനെന്നെ വിളിച്ചു. ചെറിയ തീയിരുന്ന് വറക്കണം. നമ്മൾ ചെറിയ തീയിലിട്ട് വറുത്തോണ്ടിരിക്കുക. ശരിക്കൊന്ന് കൂട്ടി കഴിയും. മമ്മി കുരുമുളക് പൊടിക്കാവോ? അമ്മേ ഉണ്ടത്തില്ല. എൻ്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് എന്തോ അമ്മേ. അല്ല ഇതിനകത്ത് കുരുമുളക് ഇല്ലല്ലോ. സ്വല്പം കുരുമുളക് മമ്മി പൊടിച്ചോണ്ട് വരും. ഒത്തിരി ആയോന്ന് എനിക്കൊരു സംശയം. ഇത്രയേ ഉള്ളൂ കുരുമുളക്. ഒത്തിരിയാണ് കൂടുതൽ കേട്ടോ. നമുക്ക് ഇതിനകത്തോട്ട് ഇടുക. എന്നിട്ട് വീണ്ടും ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ബ്രെഡിനകത്ത് വെച്ച് കഴിക്കണം കക്കയിറച്ചി. അടിപൊളി. ഇതിൻ്റെ ഇടയ്ക്ക് മമ്മി ഞാൻ ഉണ്ടാക്കിയതാ. മമ്മി ടേസ്റ്റ് അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ടേസ്റ്റ് ചെയ്തോ? നല്ലല്ലേ? അടിപൊളിയല്ലേ? ഇനി ഇത് ഒന്ന് ഫൈനൽ സ്റ്റേജ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടി എൻ്റെ രുചിക്ക് വേണ്ടിയാണ് എന്തായാലും എടുത്ത് കളയും. പക്ഷെ ഞാൻ കളയത്തില്ല കേട്ടോ. ഞാൻ ഇത് കറിവേപ്പിലൊക്കെ ചതച്ചരച്ച് കഴിക്കും. നല്ല മുടിക്ക് നല്ല. എന്താ സത്യവാ? ഈ സാധനം പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഇടണം. അപ്പോൾ നല്ലൊരു രുചിയായിരിക്കും, നല്ല ഫ്ലേവർ. ഇത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഇതിൻ്റെ മണ്ടയിൽ കൂടെ പാകണം, അല്ലെങ്കിൽ തൂവണം. അങ്ങനെ എന്താ പറയുന്നത്? എന്ത് പറപ്പിക്കണം. മമ്മി ഇവിടെ വീഡിയോ ഓഫ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. ഇവിടെ വന്ന് ബീൻസ് ഇളക്കാൻ വേണ്ടി. ഇത് ഏകദേശം ഫൈനൽ സ്റ്റേജിൽ എത്താറായിട്ടുണ്ട് കേസ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യും. ഞാൻ തന്നെ അഭിപ്രായം പറയുന്നത് വല്ലാത്തൊരു ഇതാണ്. സ്പൂൺ
റെഡിയായി കാണത്തില്ല. തേങ്ങാക്കൊത്തിന് കൂടെ വേണം കഴിക്കാൻ. തേങ്ങ രുചി കാണാറില്ല. ഉപ്പുണ്ടോ? ഉപ്പിട്ടില്ലല്ലോ നമ്മള്. ഞാൻ ഉണ്ടാക്കാണ്ട് പറയില്ല ഗൈസ്, നല്ല അടിപൊളി. ഇച്ചിരി ഉപ്പിന്റെ കുറവ്. ഉപ്പ് മതി മതി മതി. അല്ല ഇച്ചിരി ഉപ്പ്. ഇല്ലില്ല ഞാൻ നോക്കി ഉപ്പ് മതി. ഉപ്പല്ലോ മതി എന്നാ ഉപ്പിട്ട് വേവിച്ച പിന്നെ ഉപ്പിട്ട് ഞാനാ. ഞാനല്ലേ ഉണ്ടാക്കുന്നത്. ഇനി ഇത് കറിവേപ്പില പക്ഷെ മറ്റേ ഇരുമ്പ് ചീഞ്ചിട്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ കറുത്തിരുന്നേ. അപ്പൊ ഇച്ചിരി ഫ്രൈഡ് ലുക്ക് കിട്ടിയത്. നല്ല ഇതുണ്ട് ഗൈസ്. മുളക് പൊടിയുടെ കുരുമുളകിൻ്റെ അല്ല, കുരുമുളകിൻ്റെ ഫ്ലേവർ പറഞ്ഞു. മമ്മി നമുക്ക് എന്തൊരു വെറൈറ്റി ഡിഷ് ആക്കാൻ ഇച്ചിരി ഒറിഗാനോ കൂടെ ഇട്ടു. ഒറിഗാനോ ഇടുകയാണ്. ഇറ്റാലിയൻ ഡിഷാണ് ഗൈസ്. കക്കറച്ചി ഇറ്റാലിയൻ കക്കറച്ചി. ഇതിൻ്റെ കൂടെ നമ്മൾ ചോറ് ഉച്ചക്കത്തെ ഉണ്ടോ. അപ്പോൾ ചോറ് മമ്മി ചോറ് ഇത് മറ്റേ എന്തോ റൈസ് കുക്കറിൽ നിന്ന് എടുത്ത് പിന്നെ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അല്ല കഴിഞ്ഞു. ഞാൻ ഇനി ഗാർണിഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി മമ്മി പറഞ്ഞിട്ട് എണ്ണ ഇതിൻ്റെ മണ്ടക്കൂടെ പറപ്പിക്കുകയാണ്. കിട്ടും എണ്ണ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എണ്ണ പറപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ശരിക്കും കൂട്ടി യോജിപ്പിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ. ഗാർണിഷ് അല്ല അപ്പം പോകും. കറിവേപ്പില അതിനകത്ത് കിടന്ന് മിക്സ് ആവും. അപ്പോൾ ഇനി കൂട്ടി യോജിപ്പിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മൾ ഗാർണിഷിന് ഇട്ടിരുന്ന കറിവേപ്പില. പക്ഷെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രുചി കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. നല്ല അടിപൊളി രുചിയായിരിക്കും കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും. നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഉണ്ടാക്കി നോക്കും. Bye.